കൗതുകത്തോടെ അല്ലെങ്കിൽ ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ് ഉപതെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്ത് 28 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്നത്. അതിൽ 1-2 എണ്ണം വളരെ നിർണായകമാണ്. തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 28 വാർഡുകളിലായിരുന്നു ഇന്നലെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിന്റെ 74.38% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇടുക്കി, കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിലായിട്ട് ഏതാണ്ട് 28 വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. ആകെ 97 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടി. ഇതിൽ തന്നെ ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലയിലെ എരുമേലിയിലടക്കം വരാൻ പോകുന്ന ഫലം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നിർണായകമാകും. കാരണം ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ അവർ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും വോട്ടെണ്ണൽ രാവിലെ 10 മണി മുതൽ ആരംഭിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഉടൻ തന്നെ ആദ്യ സൂചനകൾ ഫലം വന്നു തുടങ്ങി. എന്തായാലും ഒരു 11 മണിക്കും 12 മണിക്കും ഇടയിൽ ഏകദേശ ഫലസൂചന വ്യക്തമായി തന്നെ ലഭിക്കും. എന്തായാലും ഇരു മുന്നണികളെയും സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു ദിവസമാണ്. കാരണം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ദിവസമാണ്. പരസ്പരം ഉന്നയിച്ചിരുന്ന ആക്ഷേപങ്ങളിൽ ജനം ആർക്കൊപ്പം നിൽക്കുന്നു എന്ന് അറിയുന്നതിന്റെ സൂചകങ്ങളായി മാറും ഇന്ന് 28 വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ. പ്രദീപ്.